ഞായറാഴ്ച രാവിലെ അച്ചൻകോവിൽ വനപാതയിലേക്കുള്ളൊരു യാത്രയാണ്. വളരെ സൗന്ദര്യം നിറഞ്ഞ ഒരു വനപാതയാണ് അച്ചൻകോവിൽ കല്ലേലി വന. പ്രഭാത ഭക്ഷണവുമൊക്കെ കഴിഞ്ഞ് ചെറുതായി പുറപ്പെടാമെന്ന് കരുതി. എലിയറക്കൽ ജംഗ്ഷനാണ്. ഇടയ്ക്ക് കുറച്ച് ഭാഗമൊക്കെ കണ്ട് തിരിച്ചു പോരാമെന്ന് കരുതി. പക്ഷേ അച്ചൻകോവിൽ വരെ പോകണമെന്ന് ആഗ്രഹിച്ചല്ല ഇറങ്ങിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ എലിയറക്കൽ ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്ക് തിരിയണം. ഇടത്തേക്ക് തിരിഞ്ഞാൽ കല്ലേലിയിലേക്കുള്ള പാത നമുക്ക് ദൃശ്യമാകും. കാനന പാത ആരംഭിക്കുകയാണ്. ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിലെ നൂലാമാലകളൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് നമ്മൾ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ആ ചെറിയ അമ്പലങ്ങളൊക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ കാവ് വളരെ പ്രശസ്തമായിരിക്കുകയാണ് അടുത്ത കാലത്ത്. അവിടെ നിന്ന് നമ്മൾ മുമ്പിലോട്ട് ചെല്ലുമ്പോഴാണ് അച്ചൻകോവിലേക്കുള്ള പാത കാണുന്നത്. അവിടെ ഇടത്തേക്ക് നമ്മൾ തിരിയുമ്പോൾ കൊക്കാത്തോട് എന്ന് പറയുന്ന ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിന് പോകുവാനുള്ള ഒരേ ഒരു വഴിയാണ് ഈ കാണുന്ന പാലം. ഈ പാലത്തിൽ നമ്മൾ കയറി നോക്കിയാൽ അച്ചൻകോവിലാറിൻ്റെ മനോഹാരിതയും വനത്തിൻ്റെ നല്ല ഭാവവും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് വീണ്ടും തിരിച്ചു വന്ന് നമ്മൾ കാനനപാതയിലേക്ക് കയറും. കാനനപാത എന്ന് പറഞ്ഞാൽ വലിയ ദുർഘടം പിടിച്ച പാതയാണ്. മറ്റു വനത്തിലൂടെയൊക്കെ പോകുന്നത് പോലെ ഇതുവഴി പോകാമെന്ന് നമ്മൾ ധരിക്കേണ്ട. വലിയ കൂറ്റൻ മരങ്ങൾ, ആ കൂറ്റൻ മരങ്ങളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മുളം കാടുകളും അതുപോലെ തന്നെ ഈറ്റക്കാടുകളും ധാരാളമുള്ള ഒരു പ്രദേശമാണ് ഈ വനമേഖല. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ കരിവീരന്മാരുടെ കൂട്ടം റോഡിലിറങ്ങി നിൽക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ എന്തുകൊണ്ടോ അതൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ സുഹൃത്ത് രാഹുലുമാണ് കൂടെ ഉണ്ടായിരുന്നത്. കുറച്ച് മയിലും ഒക്കെ കണ്ടു. ആനകളും മ്ലാവുകളും അതുപോലെ തന്നെ കാട്ടുപോത്തുമൊക്കെ ധാരാളമുണ്ട്. ഇതിനെയൊക്കെ ഭക്ഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന കടുവകളും പുള്ളിപ്പുലിയും ബ്ലാക്ക് പാന്തറും വരെ ഈ വനപാതയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്ര വളരെ സൂക്ഷിച്ചു പോകേണ്ട ഒരു സ്ഥലമാണ് എന്നുകൂടിയാണ് പറയാനുള്ളത്. ചെറിയ വാഹനങ്ങളിൽ പോകാൻ ആരും ശ്രമിക്കാതിരിക്കുക. അതുപോലെ തന്നെ ബൈക്കിലും ഒക്കെയായി വരുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടു കൂടി വേണം പോകാൻ. ഏറ്റവും നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ഒരു യാത്ര കൂടിയാണ് അച്ചൻകോവിലേക്കുള്ള കല്ലേലിയിൽ നിന്നുള്ള യാത്ര. കാണുന്നത് പൊട്ടിയ സമയത്ത്, അതായത് 19 വെള്ളപ്പൊക്ക കാലത്ത് ഒരു കലുങ്കുണ്ടായിരുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണ്. അത് ഇതുവരെയും ശരിയാക്കിയിട്ടില്ല. അത് ഈ വനത്തിനുള്ളിലൂടെ, അതുകൊണ്ട് വേറെ ഒരു വഴി മാറ്റിയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ദയാനന്ദൻ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറുടെ വലിയമ്മയായ കുഞ്ഞിക്കുട്ടി വൈദ്യർക്ക് സർക്കാർ പതിച്ചു നൽകിയ വനഭൂമിയാണ്. അന്ന കാലത്ത് ഔഷധ സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുവാൻ വേണ്ടി കൊടുത്തതാണ്. അതിൽ കുറച്ച് ഭാഗം എൻ്റെ സുഹൃത്തായ റോഷൻ സ്വന്തമാക്കി. അവിടെയാണിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വലിയ പൂന്തോട്ടം റോഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവിടെ ആ ഡ്രാഗൺ ഫ്രൂട്ട് പറിച്ച് വിൽപ്പനയ്ക്ക് വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അവിടെ ഞങ്ങളെത്തി. അവിടെ നിന്നും വീണ്ടും തിരിച്ച് പോരുകയാണ് ഉണ്ടായത്. കാരണം പ്രത്യേകിച്ച് അവിടെ ഒന്നും അന്നത്തെ ദിവസം കാണാൻ കഴിഞ്ഞില്ല. നല്ല യാത്രയായിരുന്നു. നല്ല റിസ്ക്കുള്ള ഒരു യാത്ര. ഇച്ചിരി സാഹസികമാണ് നമ്മുടെ അച്ചൻകോവിലേക്കുള്ള യാത്ര. മിക്കവാറും ദിവസങ്ങളിൽ ഇതുവഴി ഞങ്ങൾ പോകാറുണ്ട്. എന്തായാലും അടുത്ത് വരുമ്പോൾ ഇതിൽ നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എന്തായാലും ഇന്നത്തെ യാത്ര ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.